നമസ്കാരം, എൻ്റെ പേര് ഗോപിനാഥ്. ഞാനിവിടെ കോർട്ട്യാർഡ് ബൈ മാരിയറ്റ് നെടുമ്പാശ്ശേരി കൊച്ചിയിൽ സൂസ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ 3 ഡിഷുകൾ ചെയ്തു പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മുടെ മസാല ചീസ് ഓംലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ തവ ഫ്രൈ ഫിഷ് നമ്മൾ ചെയ്തു, പിന്നെ ലാസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്തത് ഒരു ടൊമാറ്റോ ചീസ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സലാഡാണ്. അതിൻ്റെ പേരാണ് ടോസ്റ്റ് സലാഡ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് പച്ചക്കറികൾ മാത്രമാണ്, വേറെ ഒന്നും വേണ്ട, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പച്ചക്കറികളും പിന്നെ അതിൻ്റെ കുറച്ച് വിനിഗർ, ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഒരു സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ സലാഡ് ഭയങ്കര ഹെൽത്തിയാണ്. ആക്ച്വലി നമ്മൾ പച്ചക്കറിയൊന്നും കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ട നമുക്ക് കുറച്ച് വലുതായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം വലുതായി കട്ട് ചെയ്തത്, പിന്നെ കുക്കുംബർ അല്ലെങ്കിൽ കക്കരിക്ക എന്ന് പറയുന്ന കുക്കുംബർ, പിന്നെ കുരു കളഞ്ഞിട്ടുള്ള തക്കാളി, പിന്നെ ചെറുപയർ മുളപ്പിക്കണം. ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു തുണിയിൽ വല്ലതും പരത്തി വെച്ച് അടുത്ത ദിവസം എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുളച്ച് കിട്ടും. ഇതേപോലെ മുള വരും അതിൽ. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലെറ്റ്യൂസ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ലെറ്റ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും, അതും വാങ്ങിക്കാം. പിന്നെ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അതിനുള്ള ഒരു കൂട്ടുണ്ടാക്കണം. അത് മാരിനേറ്റ് ചെയ്യാനുള്ള, അതായത് സലാഡ് മാരിനേഷൻ എന്ന് പറയും, സലാഡിനുള്ള മാരിനേഷൻ. അപ്പോൾ അതുണ്ടാക്കാൻ നമുക്ക് കുറച്ച് കൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് സലാഡിൻ്റെ മാരിനേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒലീവ് ഓയിലുള്ള 2 സ്പൂൺ എടുത്തിട്ട് ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു. പിന്നെ വിനിഗർ അത് ഒരു 1.5 സ്പൂൺ കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു. പിന്നെ വേണ്ടത് ശകലം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പ്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യണം. കാരണം ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞ ഓയിലും നമ്മുടെ വിനിഗർ വെള്ളം പോലെയുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ആ ഉപ്പും കുരുമുളകും എല്ലാം കൂടെ അലിഞ്ഞ് ചേർന്ന് അപ്പോൾ നല്ല ഒരു മാരിനേഷൻ, അതായത് ഈ സലാഡ് ഉണ്ടാക്കാനുള്ള മാരിനേഷൻ റെഡിയായി. ഇനി അതിലോട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ പച്ചക്കറികളുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് ഈ ബൗളിലേക്ക് മാറ്റി നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നോരായിട്ട് ഇടാം. ആദ്യം ഉള്ളി ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക്, ഇതിൻ്റെ കക്കരിക്ക അതിലോട്ട് മാറ്റി, പിന്നെ ക്യാപ്സിക്കം ഇട്ടു. ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാട് നിങ്ങൾക്ക് കഴിക്കാൻ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഈ പച്ചക്കറി ഇടാൻ അളവൊന്നുമില്ല, എത്ര നമുക്ക് വേണോ അത്രയും അനുസരിച്ച് നമുക്കതിലോട്ട് ബൗളിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത്. ഈ ചെറുപയർ മുളപ്പിച്ചത് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടണ്ട, ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ആവശ്യത്തിന് ഇടണ്ട. നമുക്ക് ഏതാണോ പച്ചക്കറി ഇഷ്ടപ്പെട്ടുള്ളത് അത് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ക്യാരറ്റ്, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഈ ലെറ്റ്യൂസ് വയലിടാം. ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ആ മാരിനേഷൻ ഒന്ന് അതിൽ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഇതേപോലെ ഒലീവ് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ ഒലീവ്സ് ഇതിലോട്ട് ഇടാം, അല്ലെങ്കിൽ ഇതിലോട്ട് വേറെ വല്ലത് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതായത് ക്യാബേജ് വേണം തോന്നുകയാണെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്യാം. നമുക്ക് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞുള്ള സാധനം ഷോപ്പിൽ കിട്ടും, അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഇതേപോലെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റണം, ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം നമുക്ക് ബൗളിലേക്ക്. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ടോസ്റ്റ് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള പുളി ഉണ്ടാവും, കുറച്ച് ഒരു ഉപ്പുണ്ടാവും, പിന്നെ ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവർ വരും. ഇതിൽ കുക്കിംഗ് പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല, ചൂട് അപ്ലൈ ചെയ്യുന്നില്ല. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ടോസ്റ്റ് സലാഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലത് പരീക്ഷിച്ച് നോക്കൂ. വളരെ എളുപ്പം, വളരെ പെട്ടെന്ന്, വളരെ സമയം കുറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ സലാഡ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.